അവർ മൂന്നാം തവണയും തുടർച്ചയായി ബി ജെ പിയെ തറപറ്റിക്കും, ബി ജെ പിയെ പ്രതിപക്ഷത്തെ തന്നെ ഇരുത്തും എന്നുള്ള കുറച്ച് തീരുമാനത്തിലാണ്. അടുത്ത മാസം നടക്കുന്ന ഡിസംബർ അവസാനം നിലവിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന പോരാട്ടം ഇത്തവണയും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരിക്കും. സംസ്ഥാനമെമ്പാടും നിരവധി ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഗംഭീരമായ പോരാട്ടം കൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൊണ്ട് ശ്രദ്ധേയമാകുമെങ്കിലും തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്നുള്ള വലിയ പ്രാധാന്യം അതിനുണ്ട്. അതിനൊപ്പം തന്നെയുള്ള പ്രാധാന്യമാണ് LDF ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ എങ്ങനെയും പിടിച്ചെടുക്കും എന്ന് തീരുമാനിച്ച് BJP കമ്പോട് കമ്പ് ഇഞ്ചോടിഞ്ച് നിൽക്കുന്നു എന്നുള്ള വ്യത്യാസം. കഴിഞ്ഞ തവണ BJP LDFനെ മറിച്ചിട്ട് പിടിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന പ്രതീക്ഷ BJP കേന്ദ്രങ്ങളിൽ ശക്തമായി ഉണ്ടായിരുന്നെങ്കിലും അതിന് തൊട്ട് മുമ്പത്തെ നഗരസഭാ കൗൺസിലർമാരുടെ എണ്ണത്തേക്കാൾ ഏതാനും എണ്ണം കൂട്ടി വിജയിപ്പിച്ച് ഏതാനും കൗൺസിലർമാരെ കൂടുതൽ വിജയിപ്പിച്ച് LDF തിരിച്ചു വരികയാണ് ചെയ്തത്. 21 വയസ്സ് അന്നുണ്ടായിരുന്ന 2020 ഇപ്പോഴത്തെ കൗൺസിൽ നിലവിൽ വരുമ്പോൾ 21 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ആര്യ രാജേന്ദ്രനെ മേയറാക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടി, പ്രായം 21. അത് ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 2025 നവംബർ ആദ്യം, അത് ഈ മാസം ആദ്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിജ്ഞാപനം വരാനിരിക്കുകയാണ്. ഡിസംബർ 3ാമത്തെ വാരത്തിൽ പുതിയ കൗൺസിലുകൾ നിലവിൽ വരണം. അതിനിടയിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഗംഭീരമായൊരു പ്രത്യേകമായൊരു ശ്രദ്ധേയമായ വാർത്ത, അതായത് നമ്മൾ പറഞ്ഞ LDF BJP ഫൈറ്റാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ 2 ടേമായി നടക്കുന്നത്. അവർ തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പൊരുതുന്നത്. LDF തിരുവനന്തപുരം നഗരസഭയുടെ മതനിരപേക്ഷ സ്വഭാവം നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും തലസ്ഥാനം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ്. പക്ഷേ BJPക്ക് തലസ്ഥാന നഗരസഭ പിടിക്കുക എന്നുള്ളത് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നതിനേക്കാൾ രാഷ്ട്രീയമായ പ്രാധാന്യമുള്ളതാണ് താനും. എന്തുകൊണ്ടെന്നാൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ, തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിൽ പ്രോട്ടോകോൾ പ്രകാരം വലിയ റോൾ ഉള്ള ആളാണ് തിരുവനന്തപുരം മേയർ. മേയറുടെ ആ പദവി വ്യക്തമാക്കുന്ന കറുത്ത കുപ്പായവുമിട്ട് അവർക്ക് പ്രധാനമന്ത്രിയോ രാഷ്ട്രപതി അടക്കമുള്ള ആളുകളെ, ഉപരാഷ്ട്രപതി അടക്കമുള്ള ആളുകളെ വരവേൽക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു MLA MP ആകുന്നതിനേക്കാൾ വലിയ ശ്രദ്ധയും ഊർജവും കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയും ഇത്തവണയെങ്കിലും തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് BJPക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രമല്ല, ദേശീയ തലത്തിൽ അവരുടെ കേന്ദ്ര നേതൃത്വത്തിന് പോലും അഭിമാന പ്രശ്നമായി അവരെടുത്തിട്ടുണ്ട്. അതിനുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കുറേ കാലമായി നടക്കുകയുമാണ്. LDF സാധാരണ അവരുടെ മിഷനറി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിക്കുന്നു. അവർ 3ാം തവണയും തുടർച്ചയായി BJPയെ തറപറ്റിക്കും, BJPയെ പ്രതിപക്ഷത്തെ തന്നെ ഇരുത്തും എന്നുള്ള കുറച്ച് തീരുമാനത്തിലാണ്. എന്നാൽ ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ അതിഗംഭീര വാർത്തയുണ്ടല്ലോ, അത് UDFുമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. അത് പറഞ്ഞുകൊണ്ട് വേണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കട്ടൻ റൈസർ നമ്മൾ നടത്താൻ. എന്താണത്? അതായത് 100 കൗൺസിലർമാരിൽ 10 പേർ തികച്ചില്ലാത്ത UDF. അതിൽ തന്നെ ആ 9-ൽ തന്നെ 5 പേരാണ് കോൺഗ്രസ്സുകാർ. ബാക്കി UDFിൻ്റെ മറ്റ് ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ഒക്കെയാണ്. അത്ര ദുർബലമാണ് തിരുവനന്തപുരം നഗരസഭയിൽ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും അവസ്ഥ. നമ്മൾ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും പറയുന്ന കാര്യമല്ല അത്. കോൺഗ്രസും UDFും പൂർണ്ണമായും തകർന്നരിപ്പണമാകരുത് എന്ന് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുക. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടും കഴിഞ്ഞ കുറേ കാലമായി സംഘടനാ രംഗത്ത് തലസ്ഥാനത്തുൾപ്പെടെ അവർ വരുത്തിയ ഗുരുതരമായ വീഴ്ചകൾ കൊണ്ടും ഈ അവസ്ഥയിലായി. ഇതിൽ നിന്ന് തിരിച്ചു കയറി കോൺഗ്രസിനെയും LDFിനെയും BJPയും തോൽപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തിരുവനന്തപുരം നഗരസഭ കൗൺസിലിൽ വിജയം നേടണം, അവർക്ക് ഭരിക്കണം, മേയറാവണം കോൺഗ്രസ്സുകാരൻ എന്നുള്ളതാണ് തീരുമാനം. നല്ലത് തന്നെയാണ്. മാത്രമല്ല മുൻ MLA
മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ജി കാർത്തികേയൻ്റെ മകൻ KS ശബരീനാഥിനെ അവർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെയാണ് ശബരിനാഥിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. യുവ തലമുറ വരട്ടെ എന്നുള്ളതാണ് അവരതിന് പറയുന്ന ഒരു കാരണം. പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എങ്ങനെ കോൺഗ്രസ് തിരിച്ചു കയറി BJPയും LDFനെയും പിന്നിലാക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്ന് കാണാൻ തലസ്ഥാനവാസികൾക്ക് കൗതുകമുണ്ട്. തലസ്ഥാനവാസികൾക്ക് മാത്രമല്ല, കേരളത്തിനാകെയുണ്ട് അതിൽ കൗതുകവും താല്പര്യവും. ജി കാർത്തികേയൻ മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര MLA ആയി വന്ന ശബരിനാഥൻ നിയമസഭയിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച സാമാജികനായിരുന്നു. ശബരിനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവെന്നുള്ള നിലയിലും കോൺഗ്രസിൻ്റെ യുവ നേതാവെന്നുള്ള നിലയിലും തിരുവനന്തപുരംകാർക്ക് പരിചിതനുമാണ്. കാർത്തികേയൻ്റെ മകൻ എന്ന നിലയിൽ പരിചിതനാവുന്നത് അദ്ദേഹം MLA ആയപ്പോൾ, സ്ഥാനാർത്ഥിയായപ്പോൾ മാത്രമാണെങ്കിലും MLA ആയ ശേഷം ശബരിനാഥൻ ആളുകൾക്ക് പരിചിതനാണ്. പക്ഷേ ശബരിനാഥിൻ്റെ വ്യക്തിപരമായ ഇമേജും കാർത്തികേയൻ്റെ മകൻ എന്നുള്ള ഇമേജും കൊണ്ട് മാത്രം UDFനും കോൺഗ്രസിനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് കോൺഗ്രസിനും UDFനും ശക്തമായ രാഷ്ട്രീയ അടിത്തറയും സംഘടനാപരമായ അടിത്തറയും ഉണ്ടാവണം. നിർഭാഗ്യവശാൽ ഇത് രണ്ടുമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നാണ് തിരിച്ചു വരേണ്ടത്. BJPക്ക് ഒന്നുകിൽ VV രാജേഷ് അല്ലെങ്കിൽ മുൻ കേന്ദ്ര സഹമന്ത്രി, മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ എന്ന നിലയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവർ രണ്ടിലൊരാളെ അവർ കൃത്യമായും അവതരിപ്പിക്കുക തന്നെ ചെയ്യും. CPMന് എന്തായാലും നിലവിലെ ആര്യ രാജേന്ദ്രൻ ആയിരിക്കില്ല. വനിതാ സംവരണമാണെങ്കിലും അല്ലെങ്കിലും പുതിയ ഒരാളെ ആയിരിക്കും അവർ അവതരിപ്പിക്കുക. CPMന് പൊതുവെ മേയർമാരെ, മുഖ്യമന്ത്രിമാരെ, അത്തരം പദവികളിലുള്ളവരെ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുന്ന രീതിയുമില്ല. ആര്യ രാജേന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നുമുണ്ട്. എന്തായാലും പുതുരക്തങ്ങളെ, ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരെ മേയർ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന CPMൻ്റെ LDFൻ്റെ രീതി അവർ ഇത്തവണയും സൂക്ഷിക്കും, അവർ നിലനിർത്തും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം. പക്ഷെ അതിനേക്കാൾ പ്രധാനം BJPയും LDFും ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തുന്ന വളരെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിടത്തും തീരുമാനിക്കാത്തിടത്തും പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അവർ വളരെ ആഴത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലേക്കാണ് കോൺഗ്രസ് ഒരു ഇടിച്ചുകയറ്റത്തിന് ശ്രമിക്കുന്നത്. രാഷ്ട്രീയമായി ഇത് കേരളത്തിന് പ്രത്യേകമായി കൗതുകമുള്ള കാര്യമാണ്, താല്പര്യമുള്ള കാര്യമാണ് എന്നതുകൊണ്ടാണ് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് ത്രികോണ മത്സരമാണോ എന്ന പ്രതീതി കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശബരിനാഥിൻ്റെ വരവും കോൺഗ്രസിൻ്റെ ഈ പുതിയ പ്രഖ്യാപനവുമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാത്തിരുന്ന് കാണാം നമുക്ക്. നന്ദി, നമസ്കാരം.